ഇതിനകത്തൊരു പാട്ട് ഭയങ്കര ഫേമസ് ആണ്, ഡെലുലു. ഡെലുലു ഒരു 2K വേർഡല്ലേ? നമ്മളിങ്ങനെ അൺറിയലിസ്റ്റിക് ലുക്മാൻ ഫാൻസ് ഡെലുലു മോഡിൽ പോയി എന്ന് പറയോ ഈ പടം കണ്ടു കഴിയുമ്പോ? ഈ പടം കഴിഞ്ഞ എന്ത് പറയുന്നു, ഫാൻസ് അവിടെ തന്നെ ഉണ്ടായാൽ മതി. എനിക്ക് തോന്നുന്നു ലുക്കുവിനെ ഗേൾ ഫാൻസ് നല്ലോണം കൂടും ഈ സിനിമ. മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ. മുഖത്ത് കാണിക്കേണ്ടതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക് ആണ്. ലൈക്ക് ഒരു 5 2K വേർഡ്സ് അതിന് മീനിങ് പറയും. ടോട്ടൽ 5 നിങ്ങൾ രണ്ടുപേർക്കും പറയാം. ടോട്ടൽ 5 ഇവിടെ. സ്കിബിഡി സ്കിബിഡി ബാഗ്. അത് അർത്ഥം പറയണം അതിന്റെ. ബെഞ്ചിങ്. ബെഞ്ചിങ് നമുക്കൊരു ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും, അങ്ങനെ. പക്ഷെ നമ്മള് ബെഞ്ചിങ് ആയിട്ട് ഒരാളെങ്കിൽ ഇൻ കേസ് ഇത് ആണെങ്കിൽ നമുക്ക് അതെടുക്കാം. പറയുമ്പോ നാണം കണ്ടോ? അതല്ലേ ബെഞ്ചിങ്. അഞ്ചെണ്ണായില്ല ഇല്ലില്ല. എന്താ ഓർബിറ്റിംഗ് ഇത് ഫുൾ ഡേറ്റിംഗ് ടേംസ് ആണല്ലോ. നിങ്ങൾ ആരാ കുക്കി? ഞാൻ സെറ്റിലിങ്ങനെ കാണിക്കാറുണ്ടോ? അയ്യോ അങ്ങനത്തെ അത് ഞാൻ ഇങ്ങനെ അതെ ഞാൻ കുറച്ച് അതെ ലുക്ക് കണ്ടില്ലേ, ബെഞ്ചിങ് ഓർബിറ്റിംഗ് ഇതൊക്കെ ഞാൻ അഗെയിൻസ്റ്റ് ആവും. അല്ല ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അല്ലല്ല അശ്വിനൊക്കെ മറ്റേ ജെൻസി. അതെ അശ്വിൻ അവൻ പറയും ജെൻസി എന്ന് പറയും, പക്ഷെ ജെൻസി അല്ല. പക്ഷെ അങ്ങനത്തെ മോഡേൺ ഡേറ്റിംഗ് സംഭവത്തിന് ഞാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് അവരെന്നെ തള്ളാൻ വിളിക്കും, കുഴപ്പമില്ല. അഭിമാനം കൊണ്ട് ഞാൻ തള്ളയിക്കോളാം, കുഴപ്പമില്ല. എനിക്ക് എന്റെ അഭിമാനം ഓൾഡ് സ്കൂൾ പ്രണയങ്ങളെ ഇഷ്ടം. എന്നെ കെയർ ചെയ്യണം, കൈപിടിച്ച് നടക്കണം. അത് തെറ്റു പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ജെൻസി എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും എന്താ ജെൻസി പിള്ളേരുടെ ഒരു കൾച്ചറാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ കോൾഡ് പ്ലേയിൽ ഉണ്ടായ കോൺസേർട്ട് അല്ലേ, കളവന്മാരത് ചെയ്തത്. സോ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, ജെൻസികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ജെൻസികൾക്ക് വേണ്ടി ഒരു പോരാളി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു ജെൻസിയാണല്ലോ, അതുകൊണ്ട്. അപ്പൊ ജെൻസിക്കാരനെ ഏറ്റെടുത്തോളൂ. ദൃശ്യം ജെൻസിക്കാരെ ഏറ്റെടുത്തിരിക്കുന്നു. ഇതോടുകൂടി ഡെലിവറി മോഡിൽ അവരാവും. പേടിയാണോ അങ്ങനെയൊക്കെ പറയുമ്പോ?